നമസ്കാരം. ഉസ്ബെക്കിസ്ഥാനിൽ കൊല ചെയ്യപ്പെട്ട സാവരിയ ബസന്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പ്രതിഷേധങ്ങൾ ശക്തമാകുകയാണ്. സംഭവത്തിൽ മതപരമായ സമ്മർദ്ദവും ഗൂഢാലോചനയും ഉണ്ടായിരുന്നുവെന്ന ഗുരുതര ആരോപണങ്ങളാണ് ഹിന്ദു ഐക്യവേദി പോലുള്ള വിവിധ സംഘടനകൾ ഉയർത്തുന്നത്. ഇതിനിടെ കേസിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹരിപ്പാട്ടിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമത്തിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തി. ഈ വിഷയത്തിൽ അദ്ദേഹം തത്വമൈ ന്യൂസിനോട് പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. പറഞ്ഞോളൂ. നമസ്കാരം സർ, മനോജാണേ. ഫ്രീ ആയോ? പറഞ്ഞോളൂ. സർ, ഞാൻ വിളിച്ചത് നമ്മുടെ ഉസ്ബെക്കിസ്ഥാനിലെ ആ സംഭവത്തിനെ കുറിച്ച് സാറിന്റെ ഒരു പ്രസ്താവന കണ്ടിരുന്നു. അതിനെ കുറച്ചൊന്ന് വിശദമായിട്ട് ഒരു അല്പനേരം സംസാരിക്കാനായിരുന്നു. സർ, ഈ ഒരു പ്രശ്നത്തില് ഈ സാവരിയ ബസന്ത് എന്ന് പറയുന്ന ആ കുട്ടിയുടെ കാര്യത്തിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ആരും പ്രതികരിച്ച് കണ്ടിട്ടില്ല. അതിനെക്കുറിച്ച് താങ്കളൊന്ന് സൂചിപ്പിച്ചിരുന്നു. പക്ഷെ എന്നാലും തത്വമൈ ന്യൂസിന് വേണ്ടിയിട്ട് ആ സാഹചര്യം, ആ പശ്ചാത്തലം ഒന്ന് താങ്കളുടെ കാഴ്ചപ്പാടിൽ ഒന്ന് വിശദമാക്കാമോ? തീർച്ചയായും. ഇത് നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം എത്തി നിൽക്കുന്നത് ഒട്ടും ആശാസ്യമല്ലാത്ത രാഷ്ട്രീയ പരിസ്ഥിതിയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. കാരണം ഇവിടെ ഒരു മതവിഭാഗത്തിന്റെ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ അവരുടെ താല്പര്യം, അതിനു വേണ്ടി മൊത്തം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിലകൊള്ളുന്ന അത് മാത്രമാണ് അവരുടെ പ്രയോറിറ്റിയിൽ വരിക എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പൊ നിലവിലുള്ളത്. ഇപ്പൊ സാവരിയ ബസന്ത് മരണപ്പെട്ടു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച് എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ച് രക്ഷകർത്താക്കൾ തന്നെ വെളിപ്പെടുത്തി. ഈ കുട്ടിയുടെ സഹപാഠികള് ഉസ്ബെക്കിസ്ഥാനിലെ ഇന്ത്യൻ എംബസിയിലെ ഉദ്യോഗസ്ഥന്മാരോട് തന്നെ ആ വിവരം പറഞ്ഞതായിട്ടാണ് നമ്മൾ അറിയുന്നത്. മതപരിവർത്തനത്തിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത്. ഈ പയ്യനെ, ഈ കുട്ടിയെ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ കുട്ടി മതം മാറി ഇസ്ലാം ആവണം. അപ്പോ അങ്ങനെ ഇസ്ലാമാക്കി മതം മാറ്റാൻ വേണ്ടി നടത്തിയിട്ടുള്ള പ്രേരണയും സമ്മർദ്ദവും ആണ് അതിന് വഴങ്ങാതിരുന്നതാണ് സാവരിയയുടെ കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. പക്ഷെ അങ്ങനെ ഒരു കൊലപാതകം, നീചമായ, നിന്ദ്യമായ, നിഷ്ഠൂരമായ ഒരു കൊലപാതകം നടത്തി മതത്തിന്റെ പേരിൽ നടത്തിയിട്ടും നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകർ മൗനം പാലിച്ചു എന്നുള്ളതാണ് ഏറ്റവും നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്നത്. എനിക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷെ കേരളം ഈ വിഷയത്തിൽ ഇതുപോലുള്ള വിഷയങ്ങൾ വരുന്ന സമയത്ത് ഇതിന്റെ പ്രതിസ്ഥാനത്ത് വരുന്ന ആളുകളുടെ മതം, ആ ഇരയാക്കപ്പെടുന്ന ആളുകളുടെ മതം, ഇതൊക്കെ നോക്കിയിട്ടാണ് കേരളത്തിലെ സാംസ്കാരിക നായകര്, രാഷ്ട്രീയ പ്രവർത്തകര്, ഈ സാമൂഹ്യ പ്രവർത്തകര്, മനുഷ്യാവകാശ പ്രവർത്തകർ എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ ബലം പിടിച്ച് നടക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ പ്രതികരിക്കുന്നത് ഈ രീതിയിലാണ്. മതം നോക്കിയാണ് എല്ലാ കാര്യത്തിലും പ്രതികരിക്കുന്നത്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോ നമ്മുടെ ഇസ്രായേലിൽ വെച്ച് പാലസ്തീൻ ഭീകരവാദി ഹമാസിന്റെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു സൗമ്യ സന്തോഷ് ഉണ്ടായിരുന്നു. 3 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. ആ സൗമ്യ സന്തോഷിന്റെ മരണത്തോട് ബന്ധപ്പെട്ട് ഹമാസ് തീവ്രവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ് നമ്മുടെ ഉമ്മൻചാണ്ടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയുണ്ടായി. അതിൽ അനുശോചനവും അറിയിച്ചുകൊണ്ട്, പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഒക്കെ. മണിക്കൂറുകൾക്കകം അദ്ദേഹത്തിന് ആ പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നു. എന്താ പോസ്റ്റ് പിൻവലിക്കാൻ കാരണം? അത് ഹമാസ് തീവ്രവാദികൾ എന്ന വാക്ക് ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള ആ പ്രസ്താവന അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റ്, അത് ഈ നാട്ടിലെ സംഘടിത ആയിട്ടുള്ള ഒരു വിഭാഗം മതവിഭാഗത്തിലെ തീവ്രവാദികളെ സന്തോഷിപ്പിക്കുന്നതല്ല, അല്ലെങ്കിൽ അവരുടെ എതിർപ്പിന് ഇടയായി. അപ്പൊ ഉമ്മൻചാണ്ടി മണിക്കൂറുകൾക്ക് അത് പിൻവലിച്ചിരുന്നു. മാത്രമല്ല, അതിലേറെ നമുക്ക് സങ്കടകരമായിട്ടുള്ള കാര്യം, സൗമ്യ സന്തോഷിന്റെ മൃതദേഹം കൊച്ചി വിമാനത്താവളത്തിൽ വന്നപ്പോൾ ആ മൃതദേഹത്തെ ഏറ്റുവാങ്ങാനോ അതിനോട് ആദരവ് പ്രകടിപ്പിക്കാനോ കേരളത്തിലെ ഒരൊറ്റ മന്ത്രിമാരും എത്തിച്ചേർന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഒരൊറ്റ മന്ത്രിമാരും. ഈ സൗമ്യ സന്തോഷിന്റെ ശവസംസ്കാര ചടങ്ങിൽ കേരളത്തിന്റെ സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രിമാരും വന്നില്ല. അതിനുശേഷം പിറ്റേ ദിവസം ഒക്കെ ആയിട്ട് മന്ത്രിമാരോ ആരോ മറ്റോ സന്ദർശിക്കുകയുണ്ടായി. അപ്പൊ അതിന്റെ കാരണം എന്താണ്? കൊല്ലപ്പെടുന്ന ആളുടെ മതം നോക്കുക, കൊല്ലുന്ന ആളുടെ മതം നോക്കുക, അവർ ഏത് വിഭാഗത്തിൽ പെടുന്നതാണെന്ന് നോക്കുക. ഇങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ ഇത് മാത്രമല്ല, എത്രയോ കാലങ്ങളായി. അത് കൊല്ലപ്പെടുന്നതിലോ അല്ലെങ്കിൽ മരണത്തിന്റെ കാര്യത്തിൽ പോലും അല്ല. ഇപ്പൊ നമ്മള് വെള്ളാപ്പള്ളി നടേശനെതിരായിട്ട് ഉയർത്തിയ ഒരു വലിയ വർഗീയ ആരോപണമായിരുന്നു നമ്മുടെ കോഴിക്കോട് മാൻഹോളിൽ വീണ് മരിച്ച നൗഷാദിന് നൽകിയിട്ടുള്ള നഷ്ടപരിഹാരം.
അതെ. ആ നഷ്ടപരിഹാരത്തുക ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്, മരണപ്പെടുന്ന ആള് മുസ്ലിം ആണെങ്കിൽ പിന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാരിന്റെ എല്ലാവിധ സഹായവും കിട്ടും. മരണപ്പെടുന്ന ആൾ ഹിന്ദു ആണെങ്കിൽ അല്ലെങ്കിൽ മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് ഈ ഒരു ആനുകൂല്യം കിട്ടുന്നില്ല. ഇതായിരുന്നു വെള്ളാപ്പള്ളിയുടെ ആരോപണം. അതെ. ഇത് നമ്മുടെ കേരളത്തിൽ എത്രയോ വട്ടം തെളിയിക്കപ്പെട്ടതാണ്, നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അതെ. ഈ ഈ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിവേചനം കാണിക്കുന്നു. ആ വിവേചനം ചൂണ്ടിക്കാണിക്കുന്ന ആളെ വർഗീയവാദിയായി മുദ്രകുത്തി അയാളെ നിശബ്ദനാക്കാൻ ശ്രമിക്കുന്നു, അയാൾക്കെതിരെ കേസെടുക്കുന്നു. അപ്പൊ ഇത് നമുക്ക് സാവരിയ വസന്തത്തിന്റെ കാര്യത്തിലും കാണാൻ സാധിക്കും. സാവരിയ വസന്ത് അമുസ്ലിമാണ്, കൊന്നയാള് മുസ്ലിമാണ്. ഈ ഒറ്റ കാരണം കൊണ്ടാണ് ഇപ്പോ വിയറ്റ്നാമിലെ ബോട്ടപകടത്തിൽ മരിച്ച ആളുകളെ സ്വീകരിക്കാനായിട്ട് നമ്മുടെ PC വിഷ്ണുനാഥ് മന്ത്രി എത്തിയതായിട്ട് നമ്മൾ കണ്ടു. നല്ല കാര്യം, അങ്ങനെയാണ് വേണ്ടത്. പക്ഷേ ഈ സ്വന്തം മണ്ഡലത്തിൽ നമ്മുടെ രമേശ് ചെന്നിത്തല, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തന്നെ ഉള്ള മണ്ഡലത്തിൽ ആ കുട്ടിയുടെ ശവസംസ്കാര ചടങ്ങിൽ എന്തുകൊണ്ടാണ് മന്ത്രി പങ്കെടുക്കാതിരുന്നത്? ആ കുട്ടിയെ വന്ന സമയത്ത്, എയർപോർട്ടിൽ എത്തിയ സമയത്ത് ആ കുട്ടിയുടെ മൃതദേഹം സ്വീകരിക്കാൻ എന്തേ ഈ പറയുന്ന മന്ത്രിമാരും അവിടെ ഓടിയെത്തിയില്ല? അപ്പൊ അവിടെ പ്രശ്നം വോട്ട് ബാങ്കാണ്. വോട്ട് ബാങ്ക് നോക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള നിലപാടെടുക്കുന്നത് എന്നുള്ള ഒരു ആക്ഷേപം കേരളത്തിലെ പൊതു സമൂഹത്തിനുണ്ട്. ആ കാര്യമാണ് നമ്മൾ വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അതെ. അപ്പോൾ ഈ വിഷയത്തില് ഇത്തരത്തിലുള്ള ഒരു കുറ്റകരമായ നിശബ്ദത എന്ന് തന്നെ പറയാവുന്ന ഒരു കാര്യം ഈ രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ കേരളത്തിലെ ഒരു അന്വേഷണ സംവിധാനങ്ങൾ വെച്ച്, പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രിയുടെ മണ്ഡലത്തിലുള്ള ഒരാളെ മൃതശരീരം സ്വീകരിക്കാൻ ആഭ്യന്തരമന്ത്രി എത്താത്ത സാഹചര്യത്തിൽ ഒരു സത്യസന്ധമായ ഒരു അന്വേഷണം നടക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? അല്ല, ഇതുവരെയുള്ള നമ്മുടെ ഇത്തരം കേസുകളുടെ അന്വേഷണത്തിന്റെ സ്ഥിതി, പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പൊ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട കേസുകൾ, അതെ, അതേപോലെ ഇപ്പൊ അഖില ഹാദിയ കേസിന്റെ ഒക്കെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അതെ, ഇവിടെ കേരളത്തിലെ പോലീസ് സംവിധാനം എന്ന് പറയുമ്പോൾ ഈ മതതീവ്രവാദികൾക്ക് ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ സമ്മർദ്ദത്തിലോ സ്വാധീനത്തിലോ പ്രവർത്തിക്കുന്ന പോലീസ് സംവിധാനം ആണ് ഉള്ളത് എന്നുള്ളത് ഇതിനകം തന്നെ നമ്മൾ പല സന്ദർഭങ്ങളിലൂടെ വ്യക്തമായതാണ്. ഈ പോലീസ് സംവിധാനത്തിനകത്ത് തന്നെ ഈ മതതീവ്രവാദികൾക്ക് അനുകൂലമായി നിലപാടെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കുന്നു എന്നുള്ളത് എത്രയോ കാലമായിട്ട് നിൽക്കുന്ന ആക്ഷേപമാണ്. പച്ച വെളിച്ചം എന്നൊക്കെയുള്ള ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചതൊക്കെ നമ്മുടെ പഴയകാല ചരിത്രത്തിൽ നമ്മുടെ മുമ്പിലുണ്ട്. അതെ. അതേപോലെ പോലീസ് സേനയിൽപ്പെട്ടവർ ഹിന്ദു സംഘടനകളുടെ നേതാക്കന്മാരെ PFIക്കാർക്ക് ഒറ്റുകൊടുത്തതിന്റെ ചരിത്രവും അതിന്റെ പേരിൽ അയാൾക്കെതിരെ നടപടിയെടുക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായത് കേരളത്തിലാണ്. അപ്പോ പോലീസ് സംവിധാനത്തിനകത്ത് തീവ്രവാദികൾക്ക് അനുകൂലമായി നിലപാടെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാര് വേണ്ടത്രയുണ്ട്. പോലീസിന് ഇപ്പൊ ഭയമാണ്, ഇസ്ലാമിക മത തീവ്രവാദികൾക്കെതിരെ നിലപാടെടുക്കാൻ ഭയമാണ്. പോലീസിന് ഇത് അറിയാത്തതല്ല. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഈ അടുത്ത ദിവസം ആണ് മംഗലാപുരത്ത് യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാരുവിനെ കൊലപ്പെടുത്തിയ പ്രതിയെ കഴിഞ്ഞ 3 വർഷമായിട്ട് ഒളിവിൽ കഴിഞ്ഞത് ഈ പള്ളുരുത്തിയിലാണ്, നമ്മുടെ കൊച്ചി പള്ളുരുത്തിയിലാണ്. 3 വർഷമായിട്ട് അവിടെ കഴിഞ്ഞിട്ടും കേരള പോലീസിന് ഇത്തരത്തിലുള്ള വാണ്ടഡ് ക്രിമിനൽ ആയിട്ട് അവർ പ്രഖ്യാപിച്ചിട്ടുള്ള, അതിന്റെ റിവാർഡ് അടക്കം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പ്രതി ഈ പോലീസിന്റെ തൊട്ട് കീഴെ പള്ളുരുത്തിയിൽ പോലീസിന്റെ മൂക്കിന് കീഴെ കഴിഞ്ഞ 3 വർഷമായിട്ട് താമസിച്ചിട്ടും എന്തേ പിടിക്കാൻ കഴിയാത്തത്? NIA വന്ന് അറസ്റ്റ് ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാ? അപ്പോൾ പോലീസ് സംവിധാനത്തിനകത്ത് ഇത്തരം തീവ്രവാദികൾ സംരക്ഷിക്കുന്ന നിലപാടുണ്ട്. ആ നിലപാട് നിലനിൽക്കുന്നിടത്തോളം കാലം കേരള പോലീസ് ഇത്തരം കേസുകൾ അന്വേഷിച്ചാൽ എവിടെ എത്തും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ട്. ഇപ്പോ കഴിഞ്ഞ 2009 3 പെൺകുട്ടികള്, സ്കൂൾ വിദ്യാർത്ഥികളായ 3 പെൺകുട്ടികൾ അമ്പലപ്പുഴയിലെ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആത്മഹത്യ ചെയ്തത്. അവരെ സ്കൂൾ ക്ലാസ് റൂമിൽ വെച്ച് 2 മുസ്ലിം കുട്ടികളാണ് അവരെ ബലാത്സംഗം ചെയ്ത് കൊന്നത്. അവർ ആത്മഹത്യയാണ് ചെയ്തത്. ബലാത്സംഗത്തെ തുടർന്ന് അവർ ആത്മഹത്യ ചെയ്തു. ആ പ്രതികള് രക്ഷപ്പെട്ടു പോയി. എന്തുകൊണ്ടാണ് രക്ഷപ്പെട്ടു പോയത്? അപ്പൊ ഇത്തരം കേസുകളിലൊക്കെ ആളുകൾ, ഇപ്പൊ നമുക്കറിയാം അഭിമന്യുവിന്റെ കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്ത് തന്നെ എത്രയോ നാളുകൾക്ക് ശേഷമാണ് ആ പ്രതിയും ഇതേപോലെ കൊച്ചി പോലീസിന്റെ കീഴിൽ മൂക്കിന് താഴെയാണ് താമസിച്ചിരുന്നത് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അയാളെ പിടിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം അയാളെ പിടിച്ചു എന്ന് മാത്രമല്ല, പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്ന അഭിമന്യുവിന്റെ കേസുമായി ബന്ധപ്പെട്ട ഫയലുകൾ കോടതിയിൽ നിന്ന് കാണാതായി എന്നാണ്. എന്ന് വെച്ചാൽ അഭിമന്യുവിനെ പോലുള്ള മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന സമയത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനായ, SFIയുടെ സജീവ പ്രവർത്തകനായ അഭിമന്യുവിനെ പോലുള്ള ഒരാൾ കൊല്ലപ്പെട്ടിട്ട് പോലും അയാളുടെ കേസ് ഫയലുകൾ കോടതിയിൽ നിന്ന് നഷ്ടപ്പെടണം എന്നുള്ള അവസ്ഥയിലേക്ക് വന്നാൽ ഏതൊക്കെ തലത്തിൽ ഇതുപോലുള്ള തീവ്രവാദികൾക്ക് സ്വാധീനമുണ്ട് എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്.
അങ്ങനെയുള്ള ഒരു പോലീസ് സംവിധാനം ഈ സാവരിയ ബസന്തിന്റെ കേസ് അന്വേഷിച്ചാൽ എവിടെ എത്തും എന്നുള്ളത് നമുക്കറിയാം. അതെ. അത് മാത്രമല്ല, അവർക്ക് അതിനുള്ള പരിമിതിയുണ്ട്. അവർക്ക് സംസ്ഥാനം വിട്ട് അന്വേഷിക്കുന്നതിന് പരിമിതിയുണ്ട്, രാജ്യം വിട്ട് അന്വേഷിക്കുന്നതിന് പരിമിതിയുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി ഈ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്നുള്ള ഒരു ചെറിയ തട്ടകത്തിലകത്ത് മാത്രം ഒതുങ്ങി നിൽക്കാവുന്ന അന്വേഷണത്തിന് ശ്രമിച്ചത്? എന്തുകൊണ്ടാണ് CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടാത്തത്? അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൽ പ്രതികളാക്കപ്പെടേണ്ട ചില ആൾക്കാരുണ്ട്. ഈ പ്രതിയുടെ അച്ഛനമ്മമാർ, അതായത് രക്ഷകർത്താക്കൾ, ഈ പെൺകുട്ടിയെ നിരന്തരം ശല്യപ്പെടുത്തിയിരുന്നു എന്നുള്ള വാർത്തകളുണ്ട്. എന്തിനു വേണ്ടിയാണ് ഈ പെൺകുട്ടിയെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നത്? എന്തിനു വേണ്ടിയായിരുന്നു ഈ പെൺകുട്ടിയോട് സമ്മർദ്ദം ചെലുത്തി സംസാരിച്ചു കൊണ്ടിരുന്നത്? അപ്പോ ഇതൊക്കെ വെളിച്ചത്ത് വരും. ഈ പയ്യന്റെ, ഈ പ്രതിയുടെ രക്ഷകർത്താക്കളടക്കം പ്രതിയാവുന്ന സാഹചര്യം ഒഴിവാക്കണം എന്നുള്ളത് കൊണ്ടാണ് CBI അന്വേഷണം പോലുള്ള ഒരു ശക്തമായ അന്വേഷണത്തിലേക്ക് ഈ സർക്കാർ ശുപാർശ ചെയ്യാത്തത് എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും. സർ, ഇനിയൊരു ഇതിലൊരു അല്പം പിന്നോട്ട് പോയാൽ, ഈ പ്രതിയായിട്ടുള്ള സാദുറുൽ അനം എന്ന വ്യക്തിയും അയാളുടെ കുടുംബക്കാരെയും കഴിഞ്ഞ ഒരല്പം പിന്നോട്ട് പോയാൽ, ഇവരെയൊക്കെ റിക്രൂട്ട് ചെയ്ത് ഉസ്ബെക്കിസ്ഥാനിൽ എത്തിച്ച ഏജൻസിയെ സംബന്ധിച്ചും ഒരു വിവാദം ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം തെക്കൻ ജില്ലകളിലേക്ക് ആ ഏജൻസി ഈ കോളേജിലേക്കുള്ള അഡ്മിഷനെ സംബന്ധിച്ച് കൊടുത്തിരുന്ന പരസ്യവും മലബാർ പോലുള്ള പ്രദേശങ്ങളിൽ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ മെഡിസിൻ പഠിക്കാമെന്നുള്ള രീതിയിൽ പരസ്യം കൊടുത്തിരുന്നു എന്നുള്ളൊരു വിവാദം ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ ഈ ഏജൻസിയുടെ ഒരു രക്ഷാധികാരി മലപ്പുറത്ത് പാണക്കാട് കുടുംബവുമായി ബന്ധപ്പെട്ട ഒരാളാണെന്നുള്ളൊരു ആരോപണവും ഉയർന്നു വരുന്നുണ്ട്. ഇതുമൊക്കെ ഈ അന്വേഷണത്തെയും ഈ വിഷയത്തെയും സ്വാധീനിക്കില്ലേ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സത്യമാണെങ്കിൽ? അല്ല, ഇതൊരു ആരോപണമല്ല. ഇത് ഈ ഈ ഉസ്ബെക്കിസ്ഥാനിലെ എബുസീന ബുഖാറ യൂണിവേഴ്സിറ്റിയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസിയാണ് തങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രഭാതം പത്രത്തിലടക്കം പരസ്യം ചെയ്ത കാര്യമാണത്. അതെ. ആ പരസ്യത്തിലാണ് അവർ പറഞ്ഞത് ഈ ബുഖാറ യൂണിവേഴ്സിറ്റിയിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം തികച്ചും ഇസ്ലാമിക അന്തരീക്ഷത്തിൽ പഠിക്കാം കുട്ടികൾക്ക്. അപ്പൊ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്നും പ്രത്യേകം ഹോസ്റ്റൽ സൗകര്യമുണ്ട് എന്നും ഒക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കുട്ടികളെ ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടി നടത്തിയ പരസ്യത്തിൽ അവർ പറയുന്നത്, ആ പരസ്യം ആ ഏജൻസി എന്ന് പറയുന്നത് ILM എന്നുള്ള ഏജൻസിയാണ്. ഇനിഷ്യേറ്റീവ് ലേണിംഗ് മെഡിസിൻ എന്നാണ് ആ ഏജൻസിയുടെ പേര്. ആ ഏജൻസിയുടെ രക്ഷാധികാരി അല്ലെങ്കിൽ ചെയർമാൻ സയ്യദ് റഷീദ് അലി തങ്ങളാണ്. പാണക്കാട് സയ്യദ് റഷീദ് അലി തങ്ങളാണ്. എന്ന് വെച്ചാൽ ലീഗിന്റെ സമുന്നതനായ നേതാവാണ്. അപ്പോ അങ്ങനെ ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് ലീഗ് ഇതുവരെ ഈ വിഷയത്തിൽ മിണ്ടാത്തത്? ഒരു പെൺകുട്ടി ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു, ലീഗിന്റെ ഒരു നേതാവ് ഈ വിഷയത്തിൽ അതിന്റെ ചെയർമാനായിട്ട് ഇരിക്കുന്നു എന്നിരിക്കെ, പാണക്കാട്ട് കുടുംബത്തിലെ അംഗം തന്നെ ഇതിന്റെ ചെയർമാനായിട്ട് ഇരിക്കുന്നു എന്നിരിക്കെ, ഈ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ക്രൂരമായ കൊലപാതകത്തിൽ മലപ്പുറത്തുള്ള ഒരു വ്യക്തി തന്നെ പ്രതിയായിട്ടുള്ള സാഹചര്യത്തിൽ എന്താണ് ലീഗ് മിണ്ടാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ലീഗ് ഈ വിഷയത്തോട് പ്രതികരിക്കാതിരുന്നത്? ഇത് മറിച്ചായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മുസ്ലിം പെൺകുട്ടിയാണ് നമ്മുടെ കേരളത്തിൽ, അല്ലെങ്കിൽ കേരളത്തിൽ വേണ്ട ഉത്തർപ്രദേശിൽ, അല്ലെങ്കിൽ നമ്മുടെ ബീഹാറിലോ മധ്യപ്രദേശിലോ ഒക്കെ കൊല്ലപ്പെട്ടു. ഇതേപോലെ ഒരു സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട ഒരു ഹിന്ദു സ്കൂളിലാണ്, കോളേജിലാണ്, സ്ഥാപനത്തിലാണ് കൊല്ലപ്പെട്ടതിരുന്നത് എങ്കിൽ ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ നിലപാടെന്തായിരുന്നേനെ? ഇവിടെ ട്രെയിനിൽ വെച്ച് കൊല്ലപ്പെട്ട, സീറ്റ് തർക്കത്തെ തുടർന്ന് കൊല്ലപ്പെട്ട ജുനൈദ് എന്ന് പറയുന്ന ഒരു യുവാവിനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം പോയി കണ്ട് 25 ലക്ഷം രൂപ ഇനാം കൊടുത്തത്, ആ കുടുംബത്തിന് സഹായധനം കൊടുത്തത് നമ്മുടെ നാട്ടിന്റെ ചരിത്രത്തിലുണ്ട്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന മതത്തിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലപ്പെട്ട സവാരിയ ബസന്തിന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കളൊന്നും എത്താത്തത്? അവർക്ക് എന്തേ ഒരു നഷ്ടപരിഹാരത്തെ കുറിച്ച് ചർച്ച ചെയ്യാത്തത്? അവർക്ക് വേണ്ടിയിട്ട് എന്തേ നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് ഒരു സഹായവും പ്രഖ്യാപിക്കാത്തത്? അവരുടെ വിഷയം അഡ്രസ് ചെയ്തുകൊണ്ട് എംബസിയിൽ ബന്ധപ്പെട്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യും എന്ന് എന്തുകൊണ്ടാണ് ഈ സർക്കാർ പറയാത്തത്? അപ്പോൾ ഇവിടെ പ്രശ്നമെല്ലാം മതമാണ് പ്രശ്നം എന്ന് ആവർത്തിച്ച് നമ്മളെയൊക്കെ ബോധ്യപ്പെടുത്തുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നാം ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും. സാർ, അവസാനമായിട്ടൊരു ചോദ്യം. കാരണം ഈ ഒരു വിഷയത്തിൽ, കാരണം വളരെ ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ്, അതും ഒരു ഭീകരവാദം എന്ന് തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു സംഭവമാണ് നടന്നിരുന്നത്. ഇതിനെതിരെ സാമൂഹ്യ സംഘടനകൾക്കും ഹൈന്ദവ സംഘടനകൾക്കും എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുമോ? എന്താണ് ഇനി മുന്നോട്ടുള്ള ഒരു നടപടികൾ? അതൊന്നറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. തീർച്ചയായും ഈ വിഷയത്തിൽ ഇന്നലെ, അതേപോലെ അതിനു മുൻപേ തന്നെ ഹിന്ദു സംഘടനകളുടെ നേതാക്കന്മാര് ആ വീട് സന്ദർശിക്കുകയും രക്ഷിതാക്കളോട് സംസാരിക്കുകയും ചെയ്തു. ഹിന്ദു സംഘടനാ നേതാക്കന്മാരുടെ നിർദ്ദേശപ്രകാരം തന്നെ പോലീസിൽ പരാതി കൊടുത്തു. അവര് രക്ഷകർത്താക്കള്
ഒപ്പം തന്നെ വിദേശകാര്യ മന്ത്രിയായിരുന്ന ശ്രീമാൻ മുരളീധരൻ അവരുടെ വീട് സന്ദർശിച്ചു. ഉസ്ബെക്കിസ്ഥാൻ എംബസിയുമായിട്ട് സംസാരിച്ച് വേണ്ടി വന്നാൽ അവിടെ പ്രത്യേകം ഈ കുട്ടിയുടെ വക്കീലിനെ വെക്കണം, കുട്ടിക്ക് വേണ്ടി ഈ ഡിഫൻസിനെ സഹായിക്കുന്ന നമ്മുടെ സർക്കാരിന്റെ വക്കീലിനെ സഹായിക്കുന്ന ഒരു വക്കീലിനെ പ്രത്യേകമായിട്ട് അവിടെ നിയമിക്കണം എന്നുള്ള ചർച്ചയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ കേരളത്തിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്ത് CBI അന്വേഷണം പ്രഖ്യാപിക്കാൻ തക്ക രീതിയിലുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയുള്ള നിയമപരമായും ജനകീയമായുമായ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യത്തിൽ ഞങ്ങൾ ആ കുടുംബത്തോടൊപ്പം തന്നെ ഉണ്ടാവും. തീർച്ചയായിട്ടും സാർ, എന്തായാലും സാവരിയ ബസന്തിന് നീതി ലഭിക്കുവാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ വിജയം ആശംസിക്കുന്നു. ഞങ്ങളെല്ലാം ഒപ്പമുണ്ട് ഞങ്ങളാൽ കഴിയുന്ന വിധം. വളരെ നന്ദി സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്. നന്ദി. നമസ്കാരം. തത്തുമൈ ന്യൂസിനോട് പ്രതികരിച്ചതിന് നന്ദി RV ബാബു ചേട്ടാ. സാവരിയ ബസന്തിന്റെ മരണത്തെ ചുറ്റിപ്പറ്റിയുള്ള ആരോപണങ്ങളും പ്രതിഷേധങ്ങളും ഓരോ ദിവസവും ശക്തമാവുകയാണ്. സംഭവത്തിന്റെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരണമെന്നും കുറ്റക്കാർ ആരായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഹിന്ദു ഐക്യവേദി പോലുള്ള വിവിധ സംഘടനകൾ ആവശ്യപ്പെടുകയാണ്. ഇനി ഈ കേസിൽ അന്വേഷണം ഏത് ദിശയിലേക്ക് നീങ്ങും, കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമോ എന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത്. അതേസമയം ഹരിപ്പാട്ട് സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമത്തിൽ ശക്തമായ ആരോപണങ്ങളുമായി ഹിന്ദു ഐക്യവേദി രംഗത്തു വന്നിരുന്നു. ധർമ്മവും സംസ്കാരവും പൈതൃകവും ഉപേക്ഷിക്കാൻ തയ്യാറാകാതിരുന്നതിനാലാണ് സാവരിയ ബസന്തിനെ മതഭീകരവാദി സദറുൽ അനം അതിക്രൂരമായി കൊലപ്പെടുത്തിയതെന്ന് RV ബാബു പറഞ്ഞിരുന്നു. പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതഭീകരവാദത്തിനെതിരെ കേരളത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക നായകർ മൗനത്തിലാണ്. കൊല്ലുന്നവന്റെയും കൊല്ലപ്പെടുന്നവന്റെയും മതം നോക്കി പ്രതികരിക്കുന്നവരായി ഇടതുവലത് രാഷ്ട്രീയ നേതാക്കളും സാംസ്കാരിക നായകരും മാറി. ഈ നിഷ്ഠൂര ക്രൂരതയ്ക്കെതിരെ എന്തുകൊണ്ട് ഹരിപ്പാട് MLA കൂടിയായ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, പാണക്കാട് തങ്ങൾ തുടങ്ങിയവർ പ്രതികരിക്കുന്നില്ല എന്ന് അദ്ദേഹം ചോദിച്ചു. സാവരിയെ ഉസ്ബെക്കിസ്ഥാനിലേക്ക് അയച്ച സ്ഥാപനത്തിന്റെ ഉടമകൾ പാണക്കാട് തങ്ങളുടെ കുടുംബമായതിനാലാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ തുടരുന്ന മൗനത്തിന് കാരണം. കേരളത്തിലെ UDF ഭരണത്തെ അടക്കി നിർത്തുന്നത് മുസ്ലിം ലീഗും ജമാഅത്തെയും ഉൾപ്പെടെയുള്ള ഇസ്ലാമിക് സംഘടനകളാണ്. ഇതിനാലാണ് അന്വേഷണം സംസ്ഥാന സർക്കാർ CBIക്ക് വിടാത്തത് എന്നും RV ബാബു ആരോപിച്ചു. സദറുൽ അനത്തെ രക്ഷിക്കാനായി മതഭീകരവാദികൾ ഉസ്ബെക്കിസ്ഥാനിൽ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. കേസ് CBIക്ക് കൈമാറിയെങ്കിൽ മാത്രമേ കേസിലെ പ്രതികൾക്ക് ന്യായമായ ശിക്ഷ ലഭിക്കൂ. സാവരിയെ മതം മാറ്റാൻ നിർബന്ധിച്ചവരിൽ സദറുൽ അനത്തിന്റെ മാതാപിതാക്കളുമുണ്ട്. അതിനാൽ അവരെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സാവരിയ കൊല്ലപ്പെട്ട കേസിൽ ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ് സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകി. കഴിഞ്ഞ ദിവസം ഹരിപ്പാട് SHO സമർപ്പിച്ച റിപ്പോർട്ടാണ് ജില്ലാ പോലീസ് മേധാവിയുടെ ശുപാർശ സഹിതം DGPക്ക് കൈമാറിയത്. വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തേണ്ട കേസുകൾ സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്ന DGPയുടെ സർക്കുലറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. പ്രാഥമിക അന്വേഷണം നടത്തിയ ഹരിപ്പാട് പോലീസ് കഴിഞ്ഞ ദിവസം സാവരിയുടെ ബന്ധുക്കളുടെ മൊഴിയെടുത്തിരുന്നു. കൊല്ലപ്പെടുമ്പോൾ സാവരിയ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ, ചെരുപ്പ്, സാവരിയുടെ ലാപ്ടോപ്പ്, മൃതദേഹത്തിന്റെ ചിത്രങ്ങൾ എന്നിവ പോലീസ് ഹരിപ്പാട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. ഉസ്ബെക്കിസ്ഥാൻ പോലീസ് അധികൃതരിൽ നിന്ന് സാവരിയുടെ ബന്ധുക്കൾ മൃതദേഹത്തിനൊപ്പം ഏറ്റുവാങ്ങിയിട്ടുള്ള ഈ വസ്തുക്കൾ കഴിഞ്ഞ ദിവസം പോലീസിന് കൈമാറിയിരുന്നു. ലാപ്ടോപ്പിന്റെ ഒരു ഭാഗം പൊട്ടിയ നിലയിലാണുള്ളത്. ഇത് ഉപയോഗിച്ചാണോ പ്രതി സാവരിയെ മർദ്ദിച്ചതെന്ന് കണ്ടെത്താൻ ശാസ്ത്രീയമായ പരിശോധന ആവശ്യമാണെന്ന് പോലീസ് പറഞ്ഞു. പ്രതിയായ മലപ്പുറം പുലാമാന്തോൾ, കട്ടുപ്പാറ, ഇറവത്ത്, കിഴക്കേത്തോടി സദറുൽ അനം സാവരിയെ മുൻപും ഉപദ്രവിച്ചിരുന്നതായിട്ട് സംശയമുണ്ടെന്ന് ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകി. മൃതദേഹത്തിൽ നിറയെ മുറിവുകളും ചതവുകളുമുണ്ട്. കടിയേറ്റ പാടുകളുമുണ്ട്. ഇത് നേരത്തെ ഉണ്ടായതാകാനാണ് സാധ്യത. സദറുൽ അനമിന്റെ മാതാപിതാക്കൾ സാവരിയെ നിരന്തരം ഫോണിൽ ബന്ധപ്പെടുമായിരുന്നുവെന്നും ഇവരെ കൂടി അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നും സാവരിയുടെ ബന്ധുക്കൾ പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സാവരിയെ നിർബന്ധിത മതപരിവർത്തനത്തിന് ശ്രമിച്ചുവെന്നും ബന്ധുക്കൾ ആരോപിച്ചിട്ടുണ്ട്. ഈ മാസം 3-നാണ് സാവരിയ കൊല്ലപ്പെട്ടത്. 2-നാണ് സാവരിയ അവസാനമായി ഫോണിൽ ബന്ധപ്പെട്ടതെന്നും ബന്ധുക്കൾ പോലീസിനെ അറിയിച്ചു. അതിനുശേഷം വാട്സാപ്പിൽ അയച്ച മെസ്സേജുകൾ കണ്ടിട്ടുണ്ടെങ്കിലും മറുപടി ലഭിച്ചിട്ടില്ല. ഈ സമയത്ത് മൊബൈൽ ഫോൺ പ്രതിയായ സദറുൽ അനമിന്റെ കയ്യിലായിരുന്നോ എന്നും സംശയമുണ്ടെന്നും ബന്ധുക്കളുടെ മൊഴിയിലുണ്ട്. സാവരിയ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ ഉസ്ബെക്കിസ്ഥാൻ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോഴുള്ളത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ തത്തുമൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.